കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. അത് ഇടതുപക്ഷ വിരുദ്ധതയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇടതുപക്ഷ വിരുദ്ധത തന്നെയാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ആരോഗ്യ വകുപ്പിനെതിരെ അല്ല, 24 മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടെ നേരത്തെ സുനിൽകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ജയ്ഹിന്ദ് ആയാലും ജനമായാലും കൈരളിയായാലും അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്സ് ഇതാണ്. പക്ഷെ നിഷ്പക്ഷമെന്ന മുഖംമൂടിയോടുകൂടി നിന്നിട്ട് പലപ്പോഴും ചർച്ചയ്ക്ക് പോകുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ചർച്ചയിൽ ഒറ്റപ്പെടുകയും സത്യമാണോ ഈ പറയുന്നത്? BJPയും കോൺഗ്രസും നിരീക്ഷകനും അവതാരകനും ഒരേ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവർ ഒരേ പൊളിറ്റിക്സ് ഒരേ സ്റ്റാൻഡ് എടുക്കുക, അവർക്ക് ഒരേ സ്റ്റാൻഡ്. ഭയങ്കരം തന്നെ. ഈ ചിന്ത പറയുന്ന ആ അഭിപ്രായത്തിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ മീഡിയകൾക്കുള്ളൊരു പ്രശ്നം, മീഡിയകളുടെ മാനേജ്മെന്റുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള അജണ്ട ഉണ്ടെന്ന് നിങ്ങൾ ഇനി എന്ത് നിഷേധിച്ചാലും സത്യമാണ്. എന്നിട്ട് ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. കേന്ദ്ര ഗവൺമെന്റിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ വസ്തുതാപരമായ ഒരു വാർത്ത റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ പറഞ്ഞ അർണബ് ഗോസ്വാമി പോലും വരും. അങ്ങ് നേരത്തെ അവിടുത്തെ മലനിരകളെ സംരക്ഷിക്കുന്ന ഇതിൽ മോദി ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതിക്കെതിരെയാണ് നിലപാടെടുത്തത്. പറഞ്ഞിട്ടില്ല. അർണാബ് പറഞ്ഞിട്ടുണ്ടല്ലോ. അർണാബ് പറഞ്ഞല്ലോ എത്ര സമയത്ത്. അർണാബിന്റെ നിലപാട് മാറിയോ? ഒലക്ക കിട്ടുമോ? ഒലക്കയോ? സുനിൽ സാർ പറഞ്ഞുകൊണ്ടാണ് ജെൻസി കുട്ടികളുണ്ട്. ഈ നീറ്റ് എക്സാം, CBSE എക്സാം, നരേന്ദ്രമോദിക്കെതിരെ എനിക്കതല്ല തലക്കോളം കയറി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. എന്താ പറഞ്ഞറിയോ? അവിടെ പ്രശ്നമുള്ള അപ്പൊ ED അങ്ങ് മോശമാക്കാൻ നടക്കില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ഈ നീറ്റ് എക്സാം ഉണ്ടായി, പല വിഷയങ്ങളുണ്ടായി. നിങ്ങൾ CBSE ഇവിടെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് VD സതീശൻ മിണ്ടിയില്ല. നിങ്ങൾ ഇവിടെയാണെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഇന്ന് വരെ ഒരു മീഡിയ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇക്കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. നീറ്റ് പരീക്ഷയെ കുറിച്ച് 1.25 മണിക്കൂർ നീളുന്ന ചർച്ച മെനഞ്ഞാന്ന് തമ്മിൽ കേന്ദ്രപ്രധാന്റെ രാജി പോലും അതിൽ പറഞ്ഞു. ചർച്ചയുണ്ടായിരുന്നു. പറയാം. ഈ തോൽവിക്ക് ശേഷം വനവാസലാന്ന് തോന്നുന്നു. മീഡിയക്ക് 2 രീതിയിൽ ചെയ്യാം. നീ എന്താ ചെയ്യേണ്ടിരുന്നേ ചോദിക്കാം. നീ എന്തുകൊണ്ട് ചെയ്തില്ല ധാരാളം. ഈ 2 ടോണുകള് ആരാധനം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും.